ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനും സ്നേഹം നിറഞ്ഞ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം പ്രാപിക്കുക. ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ അനേകം പ്രശ്നങ്ങളിൽ കൂടി നാം കടന്നു പോകേണ്ടി വരും. അനേകം യാതനകളെ നാം അഭിമുഖീകരിക്കേണ്ടി വരും. അനേകം ദുരിതങ്ങൾ നാം നേരിടേണ്ടി വരും. ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വരും. അനേകം പ്രതിസന്ധികൾ നാം അഭിമുഖീകരിക്കേണ്ടി വരും ശുദ്ധീകരണം പ്രാപിക്കാൻ. ഏലിയാവ് കർമ്മേലിൽ തീ ഇറക്കാൻ ദൈവം ഉപയോഗിച്ച ദൈവഭൃത്യനാണ്. കർമ്മേൽ ഗിരിയിൽ തീ ഇറക്കി, പ്രാർത്ഥിച്ച് തീ ഇറക്കി. ചെറിയ കാര്യമല്ല. ഏലിയാവ് പ്രാർത്ഥിച്ചു, സ്വർഗത്തിൽ തീ ഇറങ്ങി. പക്ഷേ ആ മഹത്തായ സംഭവത്തിൻ്റെ പിന്നിൽ ഏലിയാവിന് വലിയ വലിയ ശുദ്ധീകരണങ്ങൾ കർത്താവ് നൽകി. ആഴമേറിയ അനുഭവങ്ങൾ കർത്താവ് നൽകി. ഏലിയാവിനെ ദൈവം ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. നാം അത് ചിന്തിച്ചതാണ്. കൊട്ടാരത്തിൽ ചെന്ന് ഒരു കൂസലും കൂടാതെ ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. കേട്ടാൽ അഹങ്കാരമാണ് തോന്നും. പക്ഷേ അത് ശക്തമായൊരു മുന്നറിയിപ്പായിരുന്നു. രാജാവിൻ്റെ നേരെയുള്ള ഒരു ശക്തമായ എതിർപ്പായിരുന്നു അത്. രാജാവ് ഭയന്നുപോയി. രാജാവ് ഞെട്ടി. പക്ഷേ അല്പസമയത്തിനകം രാജാവ് സമനില വീണ്ടെടുത്തു. ഏലിയാവിനെ വധിക്കാൻ പടയാളികളെ തെരഞ്ഞു. വഴി ഏലിയാവ് പോയി കഴിഞ്ഞു. രാജാവിനോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, പോയി കഴിഞ്ഞു. പിന്നെ ഏലിയാവിനെ കാണുന്നത് കെരീത്ത് തോട്ടിൻ്റെ വക്കിലാണ്. വറ്റുന്ന തോടിൻ്റെ വക്കിൽ. ദൈവത്തിന് സ്തോത്രം. നാട്ടിൽ മഴയില്ല, വെള്ളമില്ല, ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടു, കെരീത്തും വറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഏലിയാവിന് ഭയമില്ല. എന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ ദൈവം എനിക്ക് വേണ്ടി കരുതും. ഒരു വലിയ ഉറപ്പ്. ഇവിടെ ഗൗരവമായി നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ, ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നമുക്ക് ദൈവത്തിലൊരു വിശ്വാസം വേണം. ആരാണ് എന്നെ വിളിച്ചത്? ആരുടെ പിറകെയാണ് ഞാൻ പുറപ്പെട്ടത്? നമുക്കൊരു ഉറപ്പ് വേണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിലപ്പോഴെല്ലാം തനിയിരുന്ന് പറയാറുണ്ട്, കർത്താവേ, നീ വിളിച്ചത് കൊണ്ടല്ലേ ഞാൻ പുറപ്പെട്ടത്. ഞാൻ നിന്നെ അന്വേഷിച്ച് പുറപ്പെട്ടതല്ലല്ലോ. നീ എന്നെ പേർ ചൊല്ലി വിളിച്ചത് കൊണ്ടല്ലേ ഞാൻ പുറപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ആരും അല്ലല്ലോ എന്നെ വിളിച്ചത്. ഈ ഭൂമിയിൽ ഒരു കൂട്ടായ്മയല്ലല്ലോ എന്നെ വിളിച്ചത്. ഈ ഭൂമിയിലെ ഏതെങ്കിലും ദൈവപൈതലല്ലോ എന്നെ വിളിച്ചത്. ഗോകുൽത്തായിൽ ചൊരിഞ്ഞ നിസ്തുല സ്നേഹമാണല്ലോ എന്നെ വിളിച്ചത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനങ്ങനെ പറയും. എന്തിനാണെന്നറിയാമോ? ഞാൻ എന്നെ തന്നെ ഒന്നുകൂടി ഒന്ന് പരുവപ്പെടുത്താൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത് കർത്താവായ ക്രിസ്തുവാണ്, ഒരു കൂട്ടായ്മയല്ല, ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് അല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാൻ എങ്ങനെ തുറന്നു പറയും? എങ്ങനെ തുറന്നു പറയാതിരിക്കും? എൻ്റെ ഹൃദയം തുറക്കട്ടെ. ഞാനല്ല നിങ്ങളെ വിളിച്ചത്. ഞാൻ ആരുമല്ല. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ബലഹീനനായൊരു മനുഷ്യനാണ്. ഞാനൊരു സാധു മനുഷ്യനാണ്. ഞാൻ നിങ്ങളെ ആരെയും വിളിച്ചില്ല. നിങ്ങളെ വിളിച്ചത് ഗോകുൽത്തായിലെ സ്നേഹമാണ്. നിങ്ങളെ വിളിച്ചത് കാൽവറി ക്രൂശിലെ സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്നൊരു മനുഷ്യനാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് ഉയർന്നിരിക്കുന്ന ഒരാളല്ല.
എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമോ? ക്രിസ്തുവാണ് നിങ്ങൾ വിളിച്ചത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധിയാ, ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഉപനിധി എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിച്ചത്. ദാറ്റ് ഇറ്റ് ഈസ് കമ്മിറ്റഡ് അൺ ടു ഹിസ് ഹാൻഡ്സ്. അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. ഞാൻ ആരെ വിശ്വസിക്കുന്നതിനെ അറിയുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട് ആരെ വിശ്വസിക്കുന്നു. സ്തോത്രം. ഞാൻ ആരെ വിശ്വസിക്കുന്നതിനെ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ഞാൻ ഏൽപ്പിച്ചത് അവസാനം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. സ്തോത്രം. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ആ ഉറപ്പുണ്ടായിരിക്കണം. യേശുക്രിസ്തു എന്നെ വിളിച്ചു, യേശുക്രിസ്തു എന്നെ അറിഞ്ഞു, യേശുക്രിസ്തു എന്നെ സ്നേഹിച്ചു, യേശുക്രിസ്തു എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, യേശുക്രിസ്തു എന്നെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനുണ്ട്, യേശുക്രിസ്തു എന്നെ വേർതിരിച്ച് വിളിച്ചിരിക്കുന്നു, ഞാൻ അങ്ങനെ യേശുവിൻ്റെ വകയായി തീർന്നിരിക്കുന്നു, ഞാൻ യേശുവിൻ്റെ സ്വന്തം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഉറപ്പ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു. ഒരു വിശ്വാസമാണത്. ഞാൻ യേശുവിൻ്റെ സ്വന്തം, യേശു എന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ യേശുവിൻ്റെ വക. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിന് ആ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. പ്രവാചകന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആരുടെ പേരിലാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നതെന്ന്, ആരുടെ പേരിലാണ് ഞാൻ സംസാരിക്കുന്നതെന്ന്, ആരുടെ പേരിലാണ് ഞാൻ അഹാബരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നതെന്ന്, ആരുടെ പേരിലാണ് ഞാൻ രാജാവിനോട് സംസാരിച്ചതെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് ഏലിയാവിന് കൂസലുണ്ടായില്ല. കിരീടത്തിൻ്റെ വക്കിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞു, പോയി കുറ്റിക്കാടുകളുടെ മറയിൽ ഒളിച്ചിരുന്നു. യാതന ആയിരുന്നില്ലേ ആ ഇരിപ്പ്? യാതന അറിഞ്ഞതായിരുന്നില്ലേ? എത്ര നാളങ്ങനെ ഇരുന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു തോടിൻ്റെ വക്കിൽ കുറ്റിക്കാടിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുക. എത്ര നാൾ ആർക്കറിയാം? എന്നാൽ ഇത് തീരുന്നത്? അതിനെക്കുറിച്ച് അറിയിപ്പൊന്നുമില്ല. എത്രമാത്രം ഹൃദയഭേദമായൊരു അനുഭവമാണത്. ഏലിയാവ് അത് പുഞ്ചിരിയോടെ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് ഏലിയാവ് അവിടെ ഇരുന്നു. പക്ഷേ അവിടെ ഇരിക്കാനല്ല ദൈവം ഏലിയാവിനെ ഉദ്ദേശിച്ചത്. ദൈവം അവിടെ പുറപ്പെടുവിച്ചു. വറ്റുന്ന തോടിൻ്റെ അരികത്ത് നിന്ന് കാക്ക കൊണ്ടുവരുന്ന അപ്പും ഇറച്ചിയും തിന്ന് അങ്ങനെ കാലം പോക്കിയ പ്രവാചകനെ നിത്യനായ ദൈവം കരുണയോടെ കണ്ട് അവിടുന്ന് പുറപ്പെടുവിച്ചു സാരഫാത്തിലേക്ക്. ഓർത്തു നോക്കൂ, സാരഫാത്തിൽ സരത്തയിൽ ആ വിധവയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വിധവ വിറക് വെറുക്കുന്നു. ഏലിയാവ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രചോദനം, ആത്മാവിൻ്റെ ഒരു പ്രേരണ കിട്ടിക്കാണും. ഇതാണ് എന്നെ അയച്ചിരിക്കുന്ന വിധവ, ഇത് തന്നെയാണ് ഈ വിധവയുടെ അടുക്കലേക്കാണ് എന്നെ അയച്ചതെന്ന് ആത്മാവിൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ, ആത്മാവിൻ്റെ ഒരു ചോദന ലഭിച്ചിരിക്കണം. അതുകൊണ്ട് ഏലിയാവ് ആ സ്ത്രീയുടെ അടുക്കലേക്ക് ചെന്നു. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടിയാൽ കൊള്ളായിരുന്നു. ആ സ്ത്രീ വെള്ളം എടുക്കാൻ പോയി. അവൾക്ക് പ്രവാചകനാണെന്ന് അറിയാൻ വയ്യായിരിക്കും, പക്ഷേ അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവൾ ഈ ഒരു സന്യാസിയെപ്പോലെയുള്ള ആ മുഖത്തുള്ളൊരു തേജസ്സോട് കൂടിയ പ്രവാചകനെ കണ്ടപ്പോൾ അവൾക്കനുസരിക്കണമെന്ന് തോന്നി. അവൾ വെള്ളം എടുക്കാൻ പോയപ്പോൾ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം, ഒരു ചെറിയ അപ്പം കൂടി കൊണ്ടുവരണം. അപ്പോൾ അയ്യോ ദൈവപുരുഷനെ, അങ്ങനെ അപ്പം എടുക്കാനില്ല. കലത്തിൽ ഒരിറ്റ് മാവ്, ഭരണിയിൽ ഒരല്പം എണ്ണ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരപ്പം ചുട്ട് ഞാനും മോനും തിന്ന് ഇന്ന് ഉപജീവനം കഴിക്കാനിരിക്കുകയാണ്. ആട്ടെ, സാരമില്ല, ഒരു ചെറിയ അട എനിക്കുണ്ടാക്കിക്കൊണ്ട് വരൂ. ദൈവത്തിന് സ്തോത്രം. വലിയ അർത്ഥമുണ്ട് നിനക്ക് അല്ലേ? ഒരു ചെറിയ അട
ദൈവപുരുഷന് വേണ്ടി കൊടുത്താൽ നാട്ടിലെ ക്ഷാമം മാറും. നാട്ടിലെ ക്ഷാമം മാറും. അവൾ ഒരപ്പം ഉണ്ടാക്കി മോൻ്റെ കയ്യിൽ പ്രവാചകന് കൊടുത്തയച്ചു. നോക്കിയപ്പോൾ പിന്നെയും ഉണ്ട് കലത്തിൽ മാവ്, ഭരണിയിലെണ്ണ. ഒന്നുകൂടി ചുട്ടു. പിന്നെയും ഉണ്ട്. ഒന്നുകൂടി ചുട്ടു. പ്രവാചകന് വയറ് നിറയെ കൊടുത്തു. അവളും മോനും തിന്നു. വിശപ്പ് മാറി. പിന്നെയും ഉണ്ട്. പിന്നെയും അട ചുട്ടു. അടുത്ത വീട്ടിൽ കൊടുത്തയച്ചു. അയൽപക്കത്തേക്ക് കൊടുത്തയച്ചു. പിന്നെയും ഉണ്ട്. ആ ഭരണിയിലെ എണ്ണ കുറഞ്ഞില്ല. ആ കലത്തിലെ മാവ് കുറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവപുരുഷന് വേണ്ടി കൊടുത്താൽ കലത്തിലെ മാവ് കുറയുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ ഇടവക പള്ളിയിൽ വരുന്ന സുവിശേഷകന്മാരെ അമ്മ ഇവിടെ ക്ഷണിച്ചുകൊണ്ട് വരാറുണ്ട്. അവർക്ക് ആഹാരം കൊടുക്കാറുണ്ട്. അവരിൽ ചിലരോട് താമസിപ്പിക്കാറുണ്ട്. പിന്നീട് സുവിശേഷകനായ ഒരു ദൈവദാസൻ ആഴ്ചകളല്ല മാസങ്ങളിലൂടെ താമസിക്കാൻ സൗകര്യം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഇത്രത്തോളം സൗകര്യമൊന്നും വീട്ടിലില്ല. പക്ഷേ ഭാഗ്യവശാൽ ഔട്ട് ഹൗസിൽ ഒരു നല്ല മുറി ഉണ്ടായിരുന്നു. ആ മുറി അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഇവിടെ താമസിച്ചു. അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകും. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് വരും. ഇവിടെ തന്നെ താമസിക്കും. പിന്നെയും പോകും. ചിലപ്പോൾ അന്ന് തന്നെ മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. സുൽത്താൻ ബത്തേരിയിലെ സുപ്രസിദ്ധനായ നൂർനാലച്ചൻ്റെ ഭാര്യയുടെ കൊച്ചപ്പനാണ്, ഭാര്യയുടെ അപ്പൻ്റെ അനിയനാണ് അദ്ദേഹം. ഇന്നും കിരാനായ സഭയിലെ റവറൻ ഡോക്ടർ A.T. എബ്രഹാച്ചൻ്റെ അപ്പൻ്റെ അനുജനാണ് ഈ പറഞ്ഞ A.K. എബ്രഹാം സാറ്. ഇവിടെ താമസിച്ചു. സുവിശേഷ വേലയാണ്. എന്നോട് പറഞ്ഞു, യോഹന്നാൻ സാറേ, എനിക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യം തരാമെങ്കിൽ എനിക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ നടന്ന് ഓരോ വീട് കയറി സുവിശേഷ വേല ചെയ്യണം. എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം ഞാനന്ന് മനസ്സപ്പെട്ടിരുന്നല്ലോ. കർത്താവിൻ്റെ വേല നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അന്ന് എന്നും ഞാൻ കോളേജിൽ പോകും. പക്ഷേ അദ്ദേഹം സുവിശേഷയിലേക്ക് വേണ്ടി പോകും. വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് കൂടും, ഒരുമിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം കടുപ്പിലായ സമയത്ത് അദ്ദേഹത്തെ കാണാൻ ഞാൻ മീനങ്ങാടിയിൽ പോയി. അദ്ദേഹത്തെ പോയി കണ്ട് പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷകന്മാരെ സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്യുന്നത്, അത് ദൈവനാമത്തെ അങ്ങനെ ചെയ്യുന്നത് അനുഗ്രഹമാണ്. വേറെ ആരും ബോധിപ്പിക്കാനല്ല. ക്രിസ്തുവിനുള്ളതായി സ്നേഹത്തെ പ്രതി അങ്ങനെ ചെയ്യുന്ന അനുഗ്രഹമാണ്. ഏതായാലും ഈ സരത്തയിലെ വിധവയുടെ ഭവനത്തിൽ വന്ന ആ ദൈവപുരുഷൻ ഏലിയാവിന് ആഹാരം കൊടുത്തതുകൊണ്ട് ആ ദേശത്തിലെ ക്ഷാമം മാറി. ദേശത്തെ എല്ലാ വീടുകളിലും അപ്പം ചെന്നു. അവിടെ ആഹാരം ഉണ്ടായി. ഈ വിധവ കൊടുത്തയച്ച ആഹാരം കൊണ്ട് വീടുകളെല്ലാം സമൃദ്ധിയോടെ ആഹാരം ഭക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ ഇതിലെ കാണുന്നുണ്ട്. പക്ഷേ പ്രവാചകൻ ആ വീട്ടിൽ ഒളിച്ച് പാർക്കുകയാണ്. വീട്ടിലെ മുകളിലെ നിലയിലൊരു മുറിയുണ്ട്. പുറത്തിറങ്ങാൻ വയ്യല്ലോ, ആഹാവ് പിടിച്ചാലോ. ഒരു വിധവയായ സ്ത്രീയുടെ വീട്ടിൽ ഈ പ്രവാചകൻ വേറെ ആരും അറിയാതെ താമസിക്കുന്നു. ആരെങ്കിലും അറിഞ്ഞാൽ എന്തെല്ലാം ആളുകൾ പറയും, എന്തെല്ലാം കഥകളുണ്ടാകും, ഏതെല്ലാം തരത്തിലുള്ളതായ കഥകൾ പ്രചരിക്കും. പക്ഷേ പ്രവാചകന് ഭയമില്ല. കാരണം പ്രവാചകൻ്റെ ഉള്ളം ശുദ്ധമാണല്ലോ. എങ്കിലും പ്രവാചകൻ അവിടെ ഒളിച്ചു പാർത്തു. അങ്ങനെ ഇരിക്കെ അവിടെ ഒരു അപകടം ഉണ്ടായി. എന്താണ് ഉണ്ടായ അപകടം? ആ വിധവയുടെ മകന് രോഗമായി. സാരമില്ലതാ ഓർത്തത്. പക്ഷേ ആ മകൻ്റെ രോഗം മൂർച്ഛിച്ചു.
ആ ബാലകൻ മരിച്ചു. ദൈവത്തിൻ്റെ വേലക്കാരന് ഭക്ഷണം കൊടുത്തു, ദൈവത്തിൻ്റെ ശുശ്രൂഷകനെ വീട്ടിൽ സ്വീകരിച്ചു. പിന്നെ എന്താണ് അവിടെ അത് വന്നത്? ചോദ്യം വരാം. കാരണം ദൈവത്തിൻ്റെ വേലക്കാരൻ താമസിക്കുന്ന ഭവനത്തിൽ എന്താണ് മരണം? ദൈവവേലക്കാരന് ഭക്ഷണം കൊടുത്ത ഭവനത്തിൽ എന്താണ് മരണം? ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണത്തിൻ്റെ പടവുകളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതം. ആ സ്ത്രീ പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ പാവം ഓർപ്പിക്കാനാണോ നിങ്ങൾ ഈ ഭവനത്തിൽ വന്നത്? എൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണോ നിങ്ങൾ വന്നത്? ആ വാക്യം വെച്ച്. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. എൻ്റെ പാവം ഓർപ്പിക്കേണ്ടതിന്. എന്താ മകൻ മരിക്കുമ്പോൾ പാവം ഓർക്കുന്നത് എങ്ങനെയാണ്? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? മകൻ മരിക്കുന്നു, അപ്പോൾ പാവം ഓർക്കാൻ വരണ ഇടയാകുന്നത് എങ്ങനെയാണ്? ഈ സ്ത്രീ വിധവയാണ്. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയാണ്. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ എൻ്റെ പാവം ഓർപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്ത്രീ ഭർത്താവ് മരിച്ചതിന് ശേഷം പ്രസവിച്ചൊരു മകനാണ് ഈ കുഞ്ഞ് എന്നതിൻ്റെ അർത്ഥം. നോക്കൂ, ഭർത്താവ് മരിച്ചതിന് ശേഷം അവൾക്കുണ്ടായൊരു കുഞ്ഞ്. ആ മകൻ മരിച്ചപ്പോൾ എൻ്റെ പാവം ഓർമ്മ വരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ ആ ബാലകൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് താൻ കിടക്കുന്ന മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി താൻ കിടക്കുന്ന കട്ടിലിന്മേൽ കിടത്തി പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്ത് വീർപ്പുമുട്ടുന്നൊരു അവസരമായിരിക്കും അത്! എന്ത് വിഷമം പിടിച്ച സമയമായിരിക്കും! നമുക്കിന്ന് കഥ കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാം. പക്ഷേ അന്ന് ഏലിയാ പ്രവാചകൻ അനുഭവിച്ച മാനസിക വ്യഥ എന്തായിരിക്കും? ആ വീട്ടിലൊരു മരണം നടന്നിരിക്കുന്നു. ആ സ്ത്രീ ക്ഷോഭിച്ചിരിക്കുന്നു. വേദന കൊണ്ട് വിങ്ങി നിരാശയുടെ വാക്കുകളാണ് അവൾ പറഞ്ഞത്, എൻ്റെ പാവം ഓർപ്പിക്കേണ്ടത് നിങ്ങൾ വന്നുപോയെന്ന്. പ്രവാചകൻ അമ്പരപ്പിലായി, വേദനയിലായി. പ്രവാചകൻ ഉരുകി പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെയും നമുക്ക് പാഠങ്ങളൊക്കെ ഉണ്ട്. വീർപ്പുമുട്ടുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കില്ലാതെ എന്ത് ഗതി? മനസ്സ് വാടിപ്പോകുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കില്ലാതെ മറ്റെന്താ പോംവഴി? ഒരു പോംവഴിയില്ലാതെ വിഷമിക്കുന്ന സമയങ്ങളിൽ വാതിലുകളെല്ലാം അടഞ്ഞു, വഴിയെല്ലാം അടഞ്ഞു, ഒരു മാർഗവും തെളിയുന്നില്ല, പ്രതീക്ഷ അസ്തമിച്ചു. അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥിക്കില്ലാതെ എന്താ പോംവഴി? പ്രവാചകൻ പ്രാർത്ഥിച്ചു. അങ്ങ് ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ അയച്ച നിത്യനായ ദൈവം, കരീത്തിൻ്റെ വക്കിൽ കാക്കയെ കൊണ്ട് തൻ്റെ ദാസനെ പോഷിപ്പിച്ച ദൈവം, സ്തോത്രം, സരത്യയിലെ വിധവയുടെ ഭവനത്തിലേക്ക് ഈ പ്രവാചകനെ അയച്ച ദൈവം, നിത്യനായ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം അതിശയം പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ബാലകൻ കണ്ണു തുറന്നു. അവൻ എഴുന്നേറ്റു. പ്രവാചകൻ അവൻ്റെ കയ്യിൽ പിടിച്ച് അമ്മയുടെ കയ്യിലേക്ക് അവനെ കൊടുത്തു. ആ സ്ത്രീ പറഞ്ഞു, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവുള്ള പുരുഷനാണെന്ന്. വായിക്കാം. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ ദാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. നിന്റെ ദാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്ന് ഞാൻ ഇതിൽ അറിയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണത്തിൻ്റെ പടവുകൾ നന്നായി കടന്നു പോകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് കേൾക്കാനിട വരും. നീ ദൈവപുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി, നിനക്ക് ശുദ്ധോദ്ദേശമേ ഉള്ളൂ എന്ന് മനസ്സിലായി. എൻ്റെ വീട്ടിൽ 3 വർഷം നീ താമസിച്ചപ്പോൾ ഈ 3 വർഷവും നിൻ്റെ ജീവിതം ഞാൻ ശോധന ചെയ്തു. വിധവയായ എൻ്റെ വീട്ടിൽ നീ, ഇത്രയും ഹീനമായ ജീവിതം നയിച്ച എൻ്റെ വീട്ടിൽ നീ ഈ 3 വർഷം
ഒരു വിശുദ്ധനായി ജീവിച്ചത് ഞാൻ കണ്ടു, ഞാൻ നേരിട്ട് അറിഞ്ഞു. നീ ഒരു ദൈവപുരുഷനെന്നും നിന്റെ നാവിൻ പേരുള്ള യഹോവയുടെ സത്യമെന്ന് ഞാൻ ഇതിനെ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണത്തിൻ്റെ പടവുകളിലൂടെ പോകുമ്പോൾ നമുക്ക് സാക്ഷ്യം ലഭിക്കും. കർത്താവിന് സ്തോത്രം. സാക്ഷ്യം. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. സാക്ഷ്യമുള്ള ജീവിതമാണോ നയിക്കുന്നത്? നിങ്ങളെ കാണുന്നവർ നീ ഒരു ദൈവപുരുഷനാണെന്ന് നമ്മെക്കുറിച്ച് പറയുമോ? അല്ല, ഉള്ളിൽ ചിന്തിക്കുമോ? പറഞ്ഞില്ലെങ്കിൽ ചിന്തിക്കുമോ? സാക്ഷാൽ ദൈവപുരുഷനാണ്, സാക്ഷാൽ ദൈവാത്മാവുള്ള ദൈവപുരുഷനാണ് എന്ന് നമ്മെക്കുറിച്ച് പറയുമോ? ചിന്തിക്കുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്താഗതികളും നമ്മുടെ ചെയ്തികളും എല്ലാം കാണുന്ന അനേകം ആളുകളുണ്ടല്ലോ. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, നമ്മുടെ കൂടെ പഠിച്ചവരുണ്ടല്ലോ, നമ്മുടെ കൂടെ പഠിപ്പിച്ചവരുണ്ടല്ലോ, നമ്മുടെ കൂടെ യാത്ര ചെയ്തവരുണ്ടല്ലോ, നിത്യേന യാത്ര ചെയ്തവരുണ്ടല്ലോ. നമ്മുടെ ഓരോരുത്തരെയും ജീവിതം നോക്കിയിട്ട് സാക്ഷാൽ ദൈവപുരുഷനാണ് എന്ന് നമ്മെ നോക്കി പറയുമോ? സാക്ഷാൽ ദൈവപുരുഷൻ, ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവപുരുഷനെന്ന് നമ്മെക്കുറിച്ച് പറയുമോ? ഇല്ലെങ്കിൽ നഷ്ടമാണ്. സാക്ഷ്യ ജീവിതം. വിശുദ്ധിയുടെ പടവുകളിലൂടെ പോകുമ്പോൾ, ശുദ്ധീകരണത്തിൻ്റെ വഴികൾ തേടുമ്പോൾ ഇതുപോലുള്ളതായ സാക്ഷി നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. സാക്ഷ്യം നമുക്ക് ലഭിക്കണം. മറ്റുള്ളവരിൽ നിന്നൊരു സാക്ഷ്യം ലഭിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഒരു സുഗന്ധവാസനയായി നിൽക്കണം. തീത്തോസിൻ ലേഖനം, വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നിന്നെ തന്നെ സകലത്തിലും സകലപ്രവർത്തികൾക്കും മാതൃകയാക്കി കാണിക്കുക. വായിക്കാം. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സകല സൽപ്രവർത്തികൾക്കും മാതൃകയാക്കി കാണിക്കുക. തീമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. വിരോധിക്കും തിന്മ പറയാൻ വകയില്ലാതെ നിൽക്കണം. അതാണ് സാക്ഷി ജീവിതം. വിശ്വാസത്തിൽ നാം മാതൃകയായിരിക്കണം. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയാക്കി നിങ്ങളെ തന്നെ കാണിക്കുക. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. എല്ലാ വിശ്വാസികൾക്ക് മാതൃക കാണിക്കുക. ദൈവത്തിന് സ്തോത്രം. മാതൃകയാക്കി കാണിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണം പ്രാപിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവ സമ്പത്ത് അത് സാക്ഷി ജീവിതമാണ്. സാക്ഷി ജീവിതം. നിങ്ങളിന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കണം, ഒരു സാക്ഷി ജീവിതം ഞാൻ നയിക്കുന്നുണ്ടോ? എന്നെ എപ്പോഴും കാണുന്ന എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ മനോഭാവത്തെക്കുറിച്ച് എന്താണ് അവളുടെ അഭിപ്രായം? എൻ്റെ ഭർത്താവിന് എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എപ്പോഴും എന്നെ കാണുന്ന എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾക്ക് എന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദൈവത്തിന് സ്തോത്രം. എപ്പോഴും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് എന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവരുടെ മുമ്പിൽ ഞാനൊരു വിശുദ്ധനായി കാണപ്പെടുന്നുണ്ടോ? വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായി ഞാൻ ജീവിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. മാതൃകാ ജീവിതം. ക്രിസ്തീയ ജീവിതം മാതൃകാ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം സാക്ഷി ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം അനുഗ്രഹീത ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം അനേകരെ സ്വാധീനിക്കുന്ന ജീവിതമാണ്. അനേകരുടെ ജീവിതത്തിൽ സാധുവായ മൂല്യങ്ങൾ നൽകുന്ന ജീവിതമാണ്. അനേകരെ ആകർഷിക്കുന്ന ജീവിതമാണ്. അനേക രക്ഷയിലേക്ക് ആനയിക്കുന്ന ജീവിതമാണ്. അനേകരെ ക്രൂസിലേക്ക് അടുപ്പിക്കുന്ന ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം അനേകരെ ക്രൂസിൽ രക്ഷ കാണിച്ചു കൊടുക്കുന്ന ജീവിതമാണ്. അനേകർക്ക് ആശ്വാസം നൽകുന്ന ജീവിതമാണ്. ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൗലികമായ അനുഭവത്തിലേക്ക് ഇന്ന് കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇപ്പോൾ കർത്താവേ, നിൻ്റെ തിരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ നെറ്റിമേൽ പതിയണമേ. കർത്താവേ, ഇതിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വയ്ക്കണമേ. എന്നെ സ്നേഹിക്കുന്ന യേശുവേ, എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷക, നിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ഭാവി ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു. എന്നെ അനുഗ്രഹിക്കണമേ, എന്നോട് മനസ്സറിയണമേ, എന്നെ കാവൽ ചെയ്യണമേ, തിരക്തത്താൽ വലയം ചെയ്യണമേ, ദുഷ്ടപ്പിശാച് തൊടാതെ വണ്ണം തിരക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ. പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളെല്ലാം കൂട്ടി വരുത്തിയതിനായി സ്തോത്രം.
നിൻ്റെ പ്രിയ മക്കളോട് അവിടുന്ന് മനസ്സറിഞ്ഞതിനായി സ്തോത്രം. എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, എല്ലാവരെയും ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമേ. ആളത്ത് മുഴുവനായി കഴുകപ്പെടുന്ന മഹാഭാഗ്യം എല്ലാവർക്കും നൽകണമേ. കർത്താവിയുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും വിശുദ്ധരാക്കി ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.